ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര മുറിയിൽ കിടക്കുന്നു, ആര്യ റൂമിൽ കിടക്കുന്നു. ഇനിയിപ്പോൾ വാഷ്റൂമിലോ മറ്റോ പോകാനൊക്കെ മിത്രയ്ക്ക് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യം വന്നാലോ മിത്ര തന്നെ എങ്ങനെയാണെന്ന് ഓർത്ത് നേരെ റൂമിൽ പോയി കിടക്കുക. അപ്പോൾ ആര്യൻ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഞാനിവിടെ കിടന്നോളാം, നീ കിടന്നോളാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യൻ്റെ തീരുമാനമൊന്നും മാറ്റണമെന്നില്ല, പുറത്ത് തന്നെ കിടന്നോളാൻ പറയുമ്പോൾ എൻ്റെ തീരുമാനങ്ങളൊന്നും ഞാനിതുവരെ മാറ്റിയിട്ടൊന്നുമില്ല, എന്തായാലും ഇന്ന് ഞാനിവിടെ കിടന്നോളാമെന്ന് ആര്യൻ അന്നേരം മിത്രയോട് പറഞ്ഞു. എങ്കിലും താങ്ക് യു ആര്യ എന്ന് മിത്ര പറയുകയും ചെയ്തു. പിന്നെ സത്യം പറഞ്ഞാലേ ദൈവമായിട്ടായിരിക്കും എൻ്റെ കാലിൽ ചിലപ്പോൾ കുപ്പിച്ചില് കൊള്ളിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് കൊള്ളിച്ചാൽ മതി, അനുഭവിച്ചത് മുഴുവനും ഞാനാണെന്ന് ആര്യൻ അന്നേരം മിത്രയോട് പറഞ്ഞു. ആര്യൻ നല്ല കൊമേഡിയൻ ആണല്ലോ എന്ന് പറയുന്നത് കേട്ടപ്പോൾ നീ ഒന്ന് കിടന്ന് ഉറങ്ങിക്കുക മിത്രേ. അപ്പോൾ ഞാൻ ഉറങ്ങിയതായിരുന്നു, പക്ഷെ ഉറക്കം പോയി. ആര്യന് എൻ്റെ ഉറക്കം കളഞ്ഞു കേട്ടോ എന്ന് മിത്ര പറയുമ്പോൾ ദയവായിട്ടൊന്ന് വെറുതെ കിടക്കാവോ? ശരി ഞാൻ സംസാരിക്കുന്നൊന്നുമില്ലേ എന്നും പറഞ്ഞ് മിത്ര എന്നിട്ട് കിടന്നു. രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടക്കുക. ഈ സമയത്ത് ആര്യൻ മിത്രയെ നോക്കുന്നു, മിത്ര ആര്യനെ നോക്കുന്നു. അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ സമയത്ത് നമ്മുടെ മിത്ര വേന്ന് ചാടി എഴുന്നേറ്റു. മിത്ര ചാടി എഴുന്നേറ്റപ്പോൾ ആര്യൻ അതുപോലെ തന്നെ എഴുന്നേറ്റു. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ അവിടെ കിടക്കുക. പിന്നെ നമ്മുടെ മിത്രയും ആര്യനും കൂടി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയാം. പ്രത്യേകിച്ച് മിത്ര പണ്ട് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, മുഖത്തോട് മുഖം നോക്കിയാൽ തർക്കവും ബഹളവും വഴക്കും. അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നമ്മളിങ്ങനെ ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്ന. ആര്യ ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആര്യൻ എന്നോടുള്ള വെറുപ്പ് ഏതെങ്കിലുമൊക്കെ മാറുമോ എന്ന് മിത്ര ചോദിക്കുന്നു. പക്ഷെ ആര്യൻ നല്ല ഉറക്കം പിടിച്ചു. ആര്യൻ അതൊന്നും കേൾക്കുന്നില്ല, നല്ല ഉറക്കമാണ്. അപ്പം മിത്രയാണെങ്കിൽ ഇങ്ങനെ ആര്യനെ തന്നെ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അതിനുശേഷം മിത്ര അങ്ങ് കിടന്നു. രാവിലെയായി. നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ആര്യൻ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യുക. ഈ സമയത്തോ ശബ്ദം ഒന്നും കേൾക്കാതെ വന്നപ്പം ഇത്ര വേഗം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുക്കളയിലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് പോകാൻ നോക്കും. അപ്പോൾ കാലിൽ വേദനയുടെ കാര്യം മറന്നുപോയി ആശാത്തി. കാലെടുത്ത് വെച്ചതും വേദന എടുത്തു. അയ്യോന്നും പറഞ്ഞൊരു കാറച്ച. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആര്യൻ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് ഓടുവാണ് മിത്രയുടെ അടുത്തേക്ക്. എന്താന്ന് ചോദിച്ചു. അപ്പം അതെ, കാലിൽ മുറിവുള്ള കാര്യം ഞാൻ ആലോചിച്ചില്ല ആര്യ. കാല് ഞാൻ അറിയാതെ തലയിൽ കുത്തി എന്ന് പറഞ്ഞു. കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് കാല് കാണിച്ചു കൊടുത്തു. വീണ്ടും വേദന എടുക്കുന്നു. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഞാൻ കാല് നോക്കട്ടെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ആര്യൻ കാലെടുത്ത് നോക്കും. അപ്പോൾ ആര്യനല്ലേ പറഞ്ഞേ കാണിക്കാൻ എന്ന് ചോദിച്ചു മിത്ര. പിന്നെ ആര്യൻ ആ കാലെടുത്ത് വെച്ചൊക്കെ നോക്കുന്നു. എന്നിട്ട് ഇവിടെ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി, ഇന്ന് ഞാൻ എന്തായാലും പോണില്ല എന്ന് ആരും പറഞ്ഞു. അതെ, വേദനയൊക്കെ എനിക്ക് കുറഞ്ഞ ആര്യാന്ന് പറഞ്ഞു. അല്ല, ആര്യനിങ്ങനെ നോക്കിയപ്പോൾ കുറഞ്ഞു എന്ന് അത് പറയുമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കാല് തറയിൽ കുത്തരുതെന്ന്. ആ മരുന്ന് വെച്ച എഫക്റ്റൊക്കെ പോയി കാണുമെന്നും പറയുമ്പോൾ ഇനി ഞാൻ സൂക്ഷിച്ചോളാം ആര്യാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു മിത്ര പറഞ്ഞപ്പോൾ ആര്യൻ ഇങ്ങനെ ഇരിക്കുക. അല്ല, ആര്യൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? അപ്പോൾ പൊക്കോ ആര്യാന്ന് പറഞ്ഞു. വേണ്ട, എന്നെ കരുതിയിട്ടാണെങ്കിൽ അവധിയൊന്നും എടുക്കണ്ട കേട്ടോ എന്നൊക്കെ മിത്ര പറയുമോ. എന്തായാലും ഞാനിന്ന് പോണില്ലെന്നും പറഞ്ഞ് ആര്യൻ നേരെ അടുക്കളയിലേക്ക് പോയി. മിത്ര ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മീനുവിന് ഭയങ്കര ഒരു സ്വീകരണം തന്നെയായിരുന്നു ഓഫീസിൽ. അപ്പോൾ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് കഴിഞ്ഞപ്പം മീനുവിന് മനസ്സിലായില്ല ഇത് എന്താ സംഭവം, എന്തേ ചേച്ചി ഇതൊക്കെയെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ സ്റ്റാഫല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നീ അസാധാരണ സ്റ്റാഫാ, ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും നീ പിടിച്ചു നിന്നില്ലേ എന്ന് അവരൊക്കെ കൂടെ ചോദിക്കും കേട്ടോ. തെറ്റുകാരിയല്ല എന്ന് നീ തന്നെ വിളിച്ചു പറയുകയാണ് വേണ്ടതെന്ന് നീ പറഞ്ഞില്ലേ. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നു നീയാണ് സത്യമെന്ന്. അത് തന്നെയല്ലേ മോളെ ഏറ്റവും വലിയ കാര്യം. മിനിസ്റ്റർ വിളിച്ചിരുന്നുവെന്നും എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പം ഞാൻ സത്യമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ സത്യം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങളുടെയൊക്കെ വിശ്വാസം, അതൊക്കെ എന്നെ സഹായിച്ചു എന്ന് നമ്മുടെ മീനു പറയുന്നത് കേട്ടപ്പോൾ കാണാതായ ഫയൽ രാവിലെ ഓഫീസിൻ്റെ ആ സൈഡിൽ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നു എന്നും പറയാം. ഓഫീസിൽ നിന്ന് അത് കാണാതായതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണെന്നും കണ്ടെത്താനായിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്യുതവർമ്മയുടെ വീട്ടുകാരെന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി, ഒന്നിനും വന്നില്ല. ആ വീട്ടിൽ നിന്നാണല്ലോ വീഡിയോ പുറത്തു വന്നത്. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആരോ ആ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പം എന്തായാലും മീനാക്ഷി ഈ ഓഫീസിൻ്റെ പേര് എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്നാ മേഡം പറയുവാണ്. അങ്ങനെ മീനുവിന് ഭയങ്കര സ്വീകരണങ്ങളും കാര്യങ്ങളും അങ്ങനെ അപ്രിസിയേഷനൊക്കെ കിട്ടുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്ര ഇങ്ങനെ റൂമിലിരുന്ന് വായിക്കുന്നു. ആര്യൻ മുറ്റം അടിക്കുന്നു. അപ്പോഴേക്ക് ആ കള്ളുടിയും ചേട്ടൻ വീണ്ടും അതിലെ വന്നു. അപ്പം ആര്യനാണെങ്കിൽ ഭയങ്കര മുറ്റമടിയാണ്. ഈ സമയത്ത് ആണുങ്ങൾ മുറ്റം തൂക്കുന്നു പറഞ്ഞിട്ട് ഇയാൾ ചിരിക്കുക കേട്ടോ. നാണോ ഇല്ലേ സഹോദര എന്ന് പറഞ്ഞപ്പോൾ മിത്ര അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുവാണേ. അപ്പോഴേക്കും ചൂലും കൊണ്ട് എന്നിട്ട് ഞാനിവിടെ ക്ഷമിച്ച് നിൽക്കുക, എൻ്റെ കയ്യിൽ ചൂലായിരിക്കുന്നേ, താൻ മദ്യപിച്ച് ഇട്ട് പൊട്ടിച്ച കുപ്പി കൊണ്ടാടാ എൻ്റെ ഭാര്യയുടെ കാല് മുറിഞ്ഞ് എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കരുത്, പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര അകത്തുനിന്ന് വിളിച്ചു, ആര്യ വഴക്ക് വേണ്ട എന്നും പറഞ്ഞു.
അപ്പോൾ ദേ പെണ്ണുമ്പോൾ അകത്തിരുന്നിട്ട് ഇവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയുമ്പോഴേക്കും ആര്യൻ അയാളെ കയറി ഷർട്ടിന് കുത്തിന് പിടിച്ചു. പിന്നെ എൻ്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞത് ഇറങ്ങിപ്പോളോന്ന് പറഞ്ഞാൽ അയാളെ ഉന്തിത്തള്ളി അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ആര്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മിത്ര ചോദിച്ചു, ആര്യ നീ ഇവിടെ എന്തെടുക്കുകയെന്ന്? ഞാനിവിടെ മുറ്റം തൂക്കുകയെന്ന് നേരം ആരും പറഞ്ഞു. അയാൾ പോയി, പ്രശ്നമൊന്നുമില്ല എന്ന് ആരും വിളിച്ചു പറഞ്ഞപ്പോൾ ആര്യൻ ഒന്നിങ്ങ് വന്നേ പ്ലീസ് ആര്യാന്ന് പറഞ്ഞു. അങ്ങനെ ആര്യൻ മിത്ര വിളിച്ച് ആര്യനകത്തേക്ക് ചെന്നു. എന്താ ആ കുടിയും പോയി, നിനക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ എന്നെ ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചേ, അല്ല എനിക്കൊന്ന് പുറത്ത് വന്നിരിക്കാൻ വേണ്ടി ആര്യ. പുറത്തിരിക്കാൻ വേണ്ടിയോ? അത് കാല് വയ്യാതെ? വേണ്ട, ഇവിടെ എങ്ങാനും ഇരുന്നാൽ മതിയെന്ന് ആര്യം പറയുമ്പോൾ പ്ലീസ് ആര്യ പ്ലീസ് ഒന്ന് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. നിനക്ക് കാല് മുറിഞ്ഞു, നിന്റെ കാലിന് ബുദ്ധിമുട്ടായി. ഈ ഒരവസ്ഥയിൽ ഒരാൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യുന്നുണ്ട്, അതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം കൂടി ഇനി ഞാൻ പറയില്ല ആര്യ എന്ന് മിത്ര പറയണേ. പ്ലീസ് ആര്യ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് പൊക്കി ദേ കൊണ്ടുപോയി ഉമ്മറത്ത് അങ്ങോട്ടേക്ക് അങ്ങ് ഇരുത്തുക. ആര്യൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ചതിലൂടെ മിത്ര ഇങ്ങനെ നല്ല സ്വർഗ്ഗലോകത്തിരിക്കുക. ഈ സമയത്ത് ആര്യന് ബുദ്ധിമുട്ടായോ എന്നിങ്ങനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോൾ മിത്ര ചോദിച്ചു. വാശി പിടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടിയല്ലേ പറ്റുള്ളൂ എന്ന് ആര്യൻ അന്നേരം മിത്രയോടും ചോദിച്ചു. അങ്ങനെ പിന്നെ ആര്യൻ മിറ്റോടി തുടങ്ങി. മിത്ര ഇരുന്ന് ഓരോന്നൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു. ഞാനിവിടെ ഇരിക്കുന്നതിൽ നാണക്കേട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ആരും പിന്നെ മുറ്റം അടിക്കൽ നല്ല ഭംഗിയായിട്ട് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് നമ്മുടെ മിത്ര ഇങ്ങനെ നോക്കിയിരിക്കാം. മിത്ര അന്തം വിടും ആര്യൻ്റെ ജോലി കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു മിത്ര. അതെന്താ മുറ്റം തൂക്കുന്നതൊന്നും കണ്ടിട്ടില്ലേ? മുറ്റം തൂക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരും മുറ്റം തൂക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴേക്ക് ഇതേ വരുന്നു വീണ്ടും കുടിയൻ. അയ്യേ ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് പണിയെടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ ആര്യൻ ചെന്നു. ആര്യൻ അയാൾ അടിക്കാൻ ചെന്നപ്പോഴേക്കും അയാൾ ഓടി. പിന്നെ മിത്ര ഇത് അടിയാകുമെന്ന് ഓർത്ത് ഓടി കതച്ച് കയറ്റി ചെന്നപ്പോഴേക്കും ദേ കിടക്കുന്നു നമ്മുടെ മിത്ര തലയും കുത്തി താഴെ. പിന്നെ ഓടി വന്ന് ആര്യനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു, എടുക്കുന്നു. നീ എന്തൊക്കെയാ മിത്ര ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. വഴക്കം പറയാം, നീ എന്തിനാ എഴുന്നേറ്റെന്നൊക്കെ ചോദിച്ചു. അല്ല ആരും വഴക്കുണ്ടാക്കുന്നത് പേടിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാല് മൊത്തം പൊടിയായാലും നീ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ മിത്രയെ പതുക്കെ പിടിച്ച് നടത്തി കാലിൽ അഴുക്കും പൊടിയും എല്ലാം തൂത്ത് തുടച്ചൊക്കെ കൊടുക്കുക. ഇതെല്ലാം നോക്കി നമ്മുടെ മിത്ര ഇങ്ങനെ ഇരിക്കുക. ശരി നീ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അകത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എടുത്തുകൊണ്ട് പോകണു. അതിനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി. അങ്ങനെ അവരുടെ ആ ഒരു ദിനചര്യയിൽ അതും കൂടെ ഉൾപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ ബാലനെയാട്ടോ. അവർ രണ്ടുപേരും കൂടെ ഒരു തുണിക്കടയിൽ കയറി തുണിയൊക്കെ മേടിച്ച് ഇറങ്ങി വരിക. അപ്പോൾ ആനന്ദിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ പൈസ നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ നിറയെ കാശൊക്കെ എടുത്ത് എറിയുക. ഇത് ഞാൻ നടത്തുന്ന കല്യാണമാണ്, തിങ്കളാഴ്ച എല്ലാവരും പുത്തൻ ഡ്രസ്സ് ഇട്ട് വേണം പോകാനെന്നും പറഞ്ഞുകൊണ്ട് ആകാശിനോട് പറയും. അങ്ങനെ അവർ ഡ്രസ്സ് മേടിച്ച് പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് മിത്രയാട്ടോ. മിത്ര ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പം മിത്രയുടെ ഫോണിലേക്ക് നീനു വിളിക്കുക. അപ്പോൾ എന്തൊക്കെയുണ്ട് മൈ ഡിയർ മിത്ര ഡിയറെ എന്ന് ചോദിച്ചപ്പം എൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാ ചേച്ചി എന്ന് മിത്ര പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആര്യനെ പോലെ സദ്ഗുണസമ്പന്നനായ ഒരു പയ്യൻസിനെ നീ അടിച്ചെടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ആര്യൻ സദ്ഗുണസമ്പന്നനൊക്കെ തന്നെയാ, പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അത് വേറെയാ എന്ന് പറയുമ്പോൾ എന്താ മിത്രേ എന്താ പ്രശ്നം? അത് പിന്നെ കാലനക്കാൻ മേല, കാലിലൊരു കുപ്പിച്ചില് കൊണ്ടു എന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്നിട്ട് എന്താ പറ്റിയേ? പിന്നെ മിത്ര നടന്ന കാര്യങ്ങളൊക്കെ മീനുവിനോട് വിശദീകരിച്ച് പറഞ്ഞു. ഇപ്പോൾ ആര്യൻ്റെ കെയറിങ് ഒന്ന് കാണണം, എന്നാലേ നിന്നെ കെയർ ചെയ്യാൻ ഞങ്ങളും വരിക, ഞാനും ആകാശം കൂടെ വന്നേക്കാവെന്ന് പറഞ്ഞപ്പം അയ്യോ ചേച്ചി അതിനു മാത്രമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ ചേച്ചി എന്ന് മിത്ര പറയുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി എങ്കിൽ ഹാപ്പി വെൽക്കം എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര അങ്ങനെ ഒരു പക്ഷേ വീട്ടിലിതൊന്നും പറയണ്ട ചേച്ചി, ആരെ അറിയിക്കണ്ട കേട്ടോ എന്നൊക്കെ മിത്ര ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ശരി ഞങ്ങൾ പറയുന്നില്ല വന്നേക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മിഥുനെയും അതുപോലെ തന്നെ അലോഹിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ പുതിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഉദ്ദേശമാണല്ലോ ഉള്ളത്. ഈ സമയത്ത് മിഥുനാണെങ്കിൽ അലോഹിൻ്റെ കമ്പനിയിൽ എനിക്ക് വൈകാതെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാനും അച്ഛനും മിഥുൻ്റെ കാര്യത്തിൽ ഫുൾ ഓക്കെ ആണ് എന്ന് ഇയാൾ പറയാം. അങ്ങനെയാ അന്ന് അങ്കിൾ അറിയിച്ചത്. പക്ഷെ അതിനിടയിൽ വലിയച്ഛനും വലിയമ്മയൊക്കെ ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എല്ലാവർക്കും സമ്മതം ഉണ്ടെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിലും ഞാൻ അലോഹിനെ പരിചയപ്പെട്ടപ്പോൾ നല്ലൊരു ഫ്രണ്ടാക്കാൻ പറ്റിയ ആളാണെന്നൊരു ഫീൽ വന്നു. അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചത്. ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടേക്ക് അലോഹ എന്ന് പറയുന്നത് കേട്ടപ്പോൾ അയ്യോ നോ ഒരു കാര്യം ചെയ്യാം, മിഥുൻ ഒരു ദിവസം വീട്ടിലോട്ട് വാ, അവിടെ വല്യച്ഛനെ ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് മിഥുൻ പറഞ്ഞു. മിത്ര പോയതോടെയാ കുടുംബത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുവരെ നല്ല ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്ന ഫാമിലിയാണെന്ന് പറയുമ്പം ആര്യനുമായിട്ട് ആ കുട്ടിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നു? ആര്യനെ എനിക്കറിയാം, ഭൂലോക ഫ്രോഡല്ലേ അവൻ. നിങ്ങളുടെ സ്വർണ്ണം അത്രയും അടിച്ചുകൊണ്ട് പോയതിൽ തന്നെ ആളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ മിഥുൻ ചോദിച്ചപ്പോൾ
ആ സ്വർണ്ണം ഞങ്ങൾ തിരിച്ചു മേടിച്ചിരിക്കും, അതിനുള്ള പദ്ധതികളൊക്കെ വേറെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പം നമ്മളെന്തായാലും ഫ്രണ്ട്സായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എന്നെ കമ്പനിയിൽ പാർട്ട്ണറാക്കിയാലും ഇല്ലെങ്കിലും ശരി, അലോകിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ വരട്ടെ മിഥുൻ, ഇപ്പം എന്തായാലും ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽപ്പെട്ട മിഥുൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, മിഥുനൊരാവശ്യം വന്നാൽ ഞാൻ സഹായം ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പം ചോദിക്കണം, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് മിഥുൻ പറയുക. അത് കേട്ടപ്പോൾ അലോകിന് സന്തോഷമായി. ഇപ്പോൾ ആര്യനിൽ നിന്ന് അലോകിൻ്റെ സഹോദരിയെ അകറ്റി തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് തീരുമാനം എന്നിരിക്കട്ടെ, ഞാൻ ഉണ്ടാകും കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവരെ തമ്മിൽ പിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് എന്താ ഉള്ളതല്ലോ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് ആവശ്യത്തിനു വേണ്ടിയും ഈ മിഥുൻ കൂടെ ഉണ്ടാകുമെന്ന് അത് ഉറപ്പായ വാക്ക് തന്നെയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മിഥുൻ, നമുക്ക് ഭാവിയിൽ പല കാര്യങ്ങളിലും ഒന്നിച്ച് തന്നെ നീങ്ങാം. എന്തായാലും ആദ്യം വീട്ടിലേക്കൊന്ന് വാ. കുടുംബ കമ്പനി ആകുമ്പോൾ വല്യച്ഛനും വല്യമ്മയ്ക്കും ഞങ്ങൾ അച്ചമ്മയ്ക്ക് വരെ അതിന് അഭിപ്രായം ഉണ്ടേ, അതിൽ എല്ലാവരെയും നമുക്കൊന്ന് ആക്കിയെടുക്കണം, എല്ലാവരെയും ഒന്ന് കാണും. അപ്പോൾ അലോകിൻ്റെ വീട്ടിൽ വരിക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ഈ മിഥുൻ, അലോകിൻ്റെ ആ സ്വീകരണം അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവരവിടെ പ്ലാൻ ചെയ്യുന്നു. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ദേവമംഗലത്ത് തിങ്കളാഴ്ച രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുക. ഉദയഭാനു സാറും കുടുംബവും കൃത്യമായി വരുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛാ ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛനിങ്ങനെ ഓടി നടക്കണ്ടെന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ എടാ നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ ബുദ്ധിമുട്ടുന്നതെന്ന് ബാലന് പറയുക. ഒരു ഗൃഹനാഥൻ എങ്ങനെയാണ് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടത്തുന്നതെന്ന് നിങ്ങളെ എനിക്ക് കാണിച്ചു തരണം. പ്രേമമെന്ന് പറഞ്ഞ് വീട്ടുകാരെ വിഷമിപ്പിച്ച് ഓടിപ്പോയി നടത്തേണ്ടതല്ല കല്യാണം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടേ നീ അച്ഛനൊന്ന് വിശ്വസിക്കും മോനെ, ഈ പ്രദേശത്ത് ആര് നടത്തിയതിനേക്കാളും ഗംഭീര കല്യാണമായിട്ടാണ് നമ്മളിത് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു. ഉദയഭാനു സാറിനെ പോലൊരു കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം എന്നൊക്കെ വെച്ചാൽ അതെല്ലാവർക്കും സാധിക്കുന്നതായിട്ടുള്ള കാര്യമൊന്നുമല്ല. പലരും ഒരുപാട് മോഹിച്ചിട്ടുണ്ടാകും ആ വീടുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ അതെന്തായാലും സാധിച്ചെടുത്തു. അതേ ഗോമതി സ്റ്റോർ ബാലൻ്റെ മിടുക്കാണെന്നൊക്കെ പറയുമ്പോൾ അളിയ ഇതിന് വല്ല പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട, ഏട്ടന്മാരറിഞ്ഞാൽ മുടക്കുവേ എന്ന് പറഞ്ഞു ധർമ്മൻ. കൃഷ്ണമംഗലക്കാരെയാണോ നീ ഉദ്ദേശിച്ചത്? ഹേടാ പുതിയ ഭാനു സാറേ, ഈ ഊമക്കത്തിലും അപവാദത്തിലൊന്നും വീണു പോകുന്ന ആളല്ലടാ. നീ അദ്ദേഹത്തിനെ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അന്തസ്സുള്ളവൻ, വാക്കിന് വിലയുള്ളവനാ. നാളെ എല്ലാം ധാരണയായാൽ ഉടൻ കല്യാണം നടക്കും. പിന്നെ ആ കുട്ടിയുടെ ഫോട്ടോയെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ മനഃപൂർവ്വം വാങ്ങാതിരുന്നതാ, ഒക്കെ നേരിൽ കണ്ട് തീരുമാനിച്ചാൽ മതി എന്നൊക്കെ ബാലനിരുന്ന് തീരുമാനം എടുക്കുന്നു. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെടുമെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ. ഗോമതി ഒന്നും മിണ്ടുന്നില്ല. അല്ല ഗോമതി നീ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ബാലേട്ടാ, ഞാൻ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ചടങ്ങല്ലേ, അതിന് ആരും കൂടി വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. വെറും ഒരു പെണ്ണു കാണൽ ചടങ്ങൊന്നും അല്ലല്ലോ, ആണുങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയൊക്കെ ആയതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലനൊന്നും മിണ്ടുന്നില്ല. ഇവൻ്റെ കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ ഇളയ മകനും കൂടെ വേണം എന്ന് പറയുവാണ് നമ്മുടെ ഗോമതി. അപ്പോൾ അതേ അച്ഛാ, നമുക്ക് ആര്യനെയും ഇത്രയും കൂടി വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു മീനു. അപ്പോൾ ആര്യൻ കൂടി വേണം എന്ന് ആനന്ദും പറഞ്ഞു. അതെ ആര്യനും വേണം, ഉറപ്പായും വേണമെന്ന് ബാലനും സമ്മതിക്കുക. അല്ലെങ്കിലും അവൻ അവിടെ ഉണ്ടാകണം, അവൻ കാണണം എന്ന് പറഞ്ഞു പകരം വീട്ടുന്ന രീതിയിൽ. ആ കല്യാണത്തലേന്ന് ഒരു പെൺകുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെ പോകുന്നതല്ല കല്യാണമെന്ന് അവൻ കാണണമെന്നും പറഞ്ഞ് അവിടെയും കുത്തുവാക്ക്. ശരി അവനെ വിളിച്ചോളാൻ പറഞ്ഞു. എനിക്കൊരു വിരോധവും ഇല്ല എന്നും പറഞ്ഞു ബാലൻ. പക്ഷെ ഞാനായിട്ട് അവനെ വിളിക്കില്ല. അത് കേട്ടപ്പോൾ അമ്മേ വീടെടുത്തല്ലേ, നമുക്കിപ്പോൾ പോയിന്ന് നേരിട്ട് ക്ഷണിച്ചാലോ എന്ന് മീന് ചോദിച്ചപ്പം അളിയാ ഒന്ന് വന്നേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയിട്ട് വരാം, ഒരു സന്തോഷമല്ലേ എന്നൊക്കെ ധർമ്മനും ചോദിച്ചു. അപ്പോൾ ബാലേട്ടനും കൂടെ ഒന്ന് വാ. അപ്പം ഞാൻ വരില്ല. ഞാൻ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ സ്വർണം തിരികെ കൊടുത്ത് കടം തീർക്കണം, എന്നിട്ടേ നടപ്പുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവാമെന്ന് മീനു. എന്തിന്? തൊട്ടപ്പുറത്തല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ നടന്നു പോകുന്നല്ലേ ഉള്ളൂ എന്ന് ധർമ്മനും പറഞ്ഞു. നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇവരിങ്ങനെ എല്ലാവരും കൂടെ പോകുന്നു. ബാലൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ബാലൻ അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. ബാക്കി എല്ലാവരും കൂടെ അങ്ങ് ഇവരെ കാണാനായിട്ട് പോവുക. ബാലനെ മൈൻഡ് ചെയ്തില്ല ഇവർ. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ ആര്യൻ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ മിത്ര അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ആര്യൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എത്ര നന്നായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ ശീലമായി തുടങ്ങിയല്ലോ, എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, 5 ദിവസം ശീലിച്ചാൽ ഒക്കെ വഴങ്ങിക്കോളൂ എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ പറഞ്ഞു. അങ്ങനെ ആണെങ്കിലേ ആര്യൻ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങുക. 5 ദിവസം ഇഷ്ടപ്പെട്ടാൽ അതങ്ങ് ശീലമാകും എന്തു പറയുന്നു എന്ന് മിത്ര ആര്യനോട് ചോദിച്ചപ്പോൾ ആര്യൻ ഇങ്ങനെ ദോശ ചുട്ടി നൈസായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ മിത്രയുടെ വായ അടപ്പിക്കുക.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ.